നമസ്കാരം. എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/12/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഓഫ്സെറ്റ് മിഷൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2 ഫോർ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 681/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഓഫ്സെറ്റ് മിഷൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 35,600 രൂപ മുതൽ 75,400 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1987 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് എക്സാമിനേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി, അതും ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റിൻ്റേത് പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് KGTE അല്ലെങ്കിൽ MGTE അതിൻ്റെ ലോവർ സർട്ടിഫിക്കറ്റ് ഇൻ മിഷൻ വർക്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് VHSC ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജിയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം KGTE അല്ലെങ്കിൽ MGTE അതുമല്ലെങ്കിൽ VHSC പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അതോടൊപ്പം മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഓപ്പറേറ്റിംഗ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീനിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ആദ്യമായി വരുന്നത് ഈ തസ്തികയ്ക്ക് ഓൾറെഡി ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷനുകൾ ഏതെല്ലാമാണെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് BSc പ്രിൻറ്റിംഗ് ടെക്നോളജി,
രണ്ടാമതായി വരുന്നത് ബിടെക് പ്രിൻറ്റിംഗ് ടെക്നോളജി. ഈ 2 ക്വാളിഫിക്കേഷനുകളാണ് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷനുകൾ. ഇതല്ലാതെ മറ്റ് ക്വാളിഫിക്കേഷനുകൾ ഇതിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയറായി ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.